ഏവർക്കും അമൃത തരംഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് ജ്യോതിഷ പണ്ഡിതനായ ശ്രീ കാണിപ്പയ്യൂർ നാരായണ നമ്പൂതിരിപ്പാടാണ്. സ്വാഗതം സാർ. നമസ്കാരം. നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾക്കത് വളരെ ലളിതമായി തോന്നിയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു തലമുറയിൽ, ഈ ഒരു സമൂഹത്തിൽ, ആധുനിക സമൂഹത്തിൽ ജ്യോതിഷത്തിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അധികം ആർക്കും അങ്ങനെ ഒരു അറിവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ താങ്കളിൽ നിന്ന് അധികം പഠിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അയ്യോ, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ മഹാസമുദ്രമാണ്, അറിവുകൾ പറയാം. ശരി. അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? ജ്യോതിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രകാശം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നത് എവിടെ നിന്നാണ്? സൂര്യൻ. അപ്പോൾ ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്ന, നവഗ്രഹങ്ങൾ എന്ന് പറയുന്ന സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയും ആ സൂര്യനെ വലയം വെച്ച് ഈ നവഗ്രഹങ്ങളെല്ലാം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഈ ഗ്രഹങ്ങളെയൊക്കെ പണ്ട് ആചാര്യന്മാർ ഗ്രഹങ്ങളെ, ഇവരെ മാത്രമല്ല രാഹുകേതുക്കളെയും അവർ ഗണിച്ചെടുത്തിട്ടുണ്ട്. ആധുനിക സംവിധാനപ്രകാരം ഈ ഗ്രഹങ്ങളെയൊക്കെ ഏറ്റവും മോഡേണായിട്ടുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടും കണ്ടുപിടിച്ചിട്ടുള്ള സംവിധാനം ഇപ്പോൾ ധാരാളമുണ്ട്. അറിയാമല്ലോ, നാസയൊക്കെ. ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ സർവചരാചരങ്ങളിൽ പെട്ടു, നമ്മളും അതിൽ പെട്ടു, എന്തൊക്കെ ആയിരിക്കും ഫലങ്ങളുണ്ടാവുന്നത്. ഇതിന് ആദ്യം തന്നെ പറയുന്നു, ജ്യോതിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ് നമുക്ക് ഏറ്റവും അധികം പ്രകാശം തരുന്നതും നമുക്ക് ഒരു ജീവൻ നൽകുന്നതും. സൂര്യൻ ഇല്ലാച്ചാലോ നമുക്ക് നിലനിൽപ്പില്ല. യഥാർത്ഥത്തിൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇതൊക്കെ വേണം. ഇതിലെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇതിൽ സൂര്യനില്ലാത്ത രാജ്യത്തിൽ, ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, നോർത്തിലൊക്കെ കനഡ സൈഡിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ എന്താ? സൂര്യപ്രകാശം എത്തുന്നില്ല. സൂര്യൻ ഇല്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ സൂര്യനെ വലയം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, ഇതിനുപരി ഈ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാ? ചന്ദ്രനാണ്. അത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഠിക്കും, പിന്നെ അത് പ്രാവർത്തികമാവണില്ല. അപ്പോൾ ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഫലം പറയുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം. നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്കറിയാം, ഇപ്പോൾ മകരമാസമാണ്, നമ്മൾക്കൊക്കെ അറിയാം. മേടമാസമൊക്കെ 1-ാം തീയതി നമ്മൾ വിഷു ഒക്കെ ആയിട്ട് ആചരിക്കുന്നു. അത് കഴിഞ്ഞ് ചിങ്ങമാസം കർക്കിടം, മിഥുനം, കർക്കിടമൊക്കെ ആകുമ്പോഴേക്കും മഴ ധാരാളം ലഭിക്കുന്നു, ഇല്ലേ? അപ്പോൾ ഈ ഭൂമി 365 ദിവസം കൊണ്ട് 360 ഡിഗ്രി ഈ സൂര്യനെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി വലയം വയ്ക്കുന്നുണ്ട്. അതൊരേ സ്ഥലത്ത് എത്തുന്നത് കൊണ്ടാണ് നമുക്ക് പ്രകൃതിയിലുള്ള മാറ്റമൊക്കെ നമുക്ക് മനസ്സിലാവുന്നതും മഴയൊക്കെ നമുക്ക് ഇവിടെ, അത് നമുക്കറിയാം. ഈ ഭൂമധ്യരേഖയിൽ നിന്നും 10 ചില്ലാനം ഡിഗ്രിയാണ്, 9 ഡിഗ്രി മുതൽ 11 ഡിഗ്രി വരെയാണ് കേരളം ഉള്ളത്. പക്ഷേ ഈ ആചാര്യന്മാർ ഇതൊക്കെ ഗണിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി, ഈ ഗ്രഹങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്തൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ജോലി കിട്ടുക, അത് കഴിഞ്ഞാൽ വിവാഹം, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സന്താന സൗഭാഗ്യം, പെരപണി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമഗ്രമായിട്ട് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ആയിട്ടുള്ള പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിഷം.
അതിനെ ഗണിക്കുന്ന പ്ലാനറ്ററി പൊസിഷനെ ഗണിക്കുന്നതിന് ജ്യോതിശാസ്ത്രം എന്നും അതിൽ നിന്നും ഫലങ്ങൾ പറയുന്നതിനെ ജ്യോതിഷം എന്നും പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രഹങ്ങളെ പറ്റി സംസാരിച്ചു. അതെ നമ്മളിപ്പോൾ ജ്യോതിഷത്തിനെ പറ്റി പറയുമ്പം നക്ഷത്രങ്ങൾ അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ അതെ അതെ കേൾക്കാറുണ്ട്. അതെ അതെ അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൽ അതെന്താണ്? അതെ കാരണം നമുക്ക് എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് അറിയാം എന്താണ് നക്ഷത്രം. കുട്ടിയുടെ നക്ഷത്രം എന്താണ്? ഇപ്പോൾ തിരുവാതിരയാണോ എന്താണെന്നുണ്ടെങ്കിൽ എന്താണ് തിരുവാതിര നക്ഷത്രം, അല്ലെങ്കിൽ എന്താണ് വിശാഖം നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു ഭൂമി സ്വന്തം അച്ചുതണ്ട് എന്നൊക്കെ പറയും. ഒരു ദിനരാത്രം 24 മണിക്കൂർ കൊണ്ട് സ്വയം തിരിയുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്നു. ഈ ഭൂമിയെ വലയം വെച്ചും കൊണ്ട് ചന്ദ്രൻ അങ്ങനെ പ്രദക്ഷിണോ അപ്രദക്ഷിണോ ആപേക്ഷികമാണ്. നമ്മൾ ഒരു ഫാൻ ഇവിടുന്ന് നോക്കുമ്പോൾ ഫാൻ ഇങ്ങനെ തിരിയുണ്ടാവും. ഇവിടുന്ന് നോക്കിയാൽ അപ്രദക്ഷിണമായിട്ട് തോന്നും, മുകളിൽ നിന്ന് നോക്കിയാലോ പ്രദക്ഷിണമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഈ സൗരയൂഥത്തിൽ നമ്മളെങ്ങനെയാണ് എവിടെ ഇത് നോക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ ചന്ദ്രൻ എന്ന ഗ്രഹം ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തി ചില നക്ഷത്ര സമൂഹത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ 27 ദിവസം കൊണ്ട് ഒരു വലയം വയ്ക്കും ഭൂമിയെ. അതാണ് 27 നക്ഷത്ര സമൂഹം. അതിനെ ഒരു ജ്യോതിശാസ്ത്രത്തിലൊരു കണക്കുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു വൃത്തത്തിനെ നമുക്ക് എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ആ വൃത്തം തന്നെ 360 ഡിഗ്രിയാണ്. അതൊരു ചതുരാക്കിയാലോ നമുക്ക് എവിടുന്നെങ്കിലും ഒരു പോയിൻ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം, അല്ലേ? അതായത് കുട്ടിയുടെ വീട് അല്ലെങ്കിൽ കുട്ടിക്ക് തിരുവനന്തപുരത്തേക്ക് എത്ര കിലോമീറ്ററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്നുള്ള ദൂരമാണ് പറയുക. എല്ലാം ശരിയാണ്. കണ്ണൂരിൽ നിന്നൊരാൾ എത്ര കിലോമീറ്റർ എന്ന് പറയും, പത്തനംതിട്ടയിൽ നിന്നൊരാൾ അത്ര കിലോമീറ്റർ എന്ന് പറയും, അല്ലേ? അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്നാണ് നോക്കുക. അതേപോലെ ഈ ആചാര്യന്മാർ ഭൂമിയിൽ നിന്നും ഈ ഗ്രഹങ്ങളെ സഞ്ചരിക്കുന്നതിനെ ചന്ദ്രൻ മാത്രം ഇങ്ങനെ നക്ഷത്ര സമൂഹത്തിൽ കൂടി, ഇപ്പോൾ തിരുവാതിര തീക്കട്ട പോലെ എന്ന് പറയും. അപ്പോൾ തിരുവാതിരയുടെ ഒരു നക്ഷത്ര സമൂഹം ഒരു പ്രപഞ്ചത്തിൽ ഒരു സ്ഥലത്തുണ്ട്, അത് ഫിക്സഡാണ്. അതിൽ കൂടെ ഭൂമിയിൽ നിന്നും അപേക്ഷിച്ച് ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അശ്വതി നക്ഷത്രത്തിൽ സഞ്ചരിക്കണം. ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം ഭരണി, കാർത്തിക, അങ്ങനെ സഞ്ചരിച്ച് 27 ദിവസം കൊണ്ട് എത്തുന്നു. ഇതിൽ നമ്മൾ ഏത് സമയത്താണ് നമ്മൾ ജനിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പൊസിഷനെ ഭൂമിയിൽ നിന്നും അടിസ്ഥാനപ്പെടുത്തി പറയുന്നതിനെയാണ് നക്ഷത്രം എന്നുള്ളൊരു പദം കൊണ്ട് നമ്മൾ അർത്ഥം വിചാരിക്കേണ്ടത്. കാരണം ഇന്നിപ്പോൾ ലോകത്തിൽ ഇവിടെ മാത്രമല്ല, ഈ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാന തത്വം നമുക്ക് എല്ലാവർക്കും നക്ഷത്രമാണെങ്കിലാണ് അറിയാം. വികസിത രാഷ്ട്രത്തിൽ വിദേശത്ത് പോയാലും നിങ്ങളുടെ പത്രങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൺഡേ ദിസ് ഡേ ഫോർ യു, എല്ലാ ദിവസവും എന്താ ഫലങ്ങളുണ്ടാവുക എന്ന് ചോദിച്ചിട്ട് അതിൽ കാണാം. ഇപ്പോൾ സൺഡേ മലയാള മനോരമയിൽ ഞാനും കോളം എഴുതുന്നുണ്ട്, വനിതയിലും ഞാൻ കോളം എഴുതുന്നുണ്ട്. അത് അശ്വതി, ഭരണി, കാർത്തികക്കാലം അങ്ങനെ കണക്കാക്കിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ആ സമയത്ത് ഒരാഴ്ചത്തെ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എഴുതുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിനാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണക്കൂട്ടുക. നമ്മുടെ മനസ്സിലെപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്ന ആ നക്ഷത്രം എന്തായിരിക്കും, അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും എന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നുക. ഇതാണ് ഈ നക്ഷത്രത്തിൻ്റെ ആ പൊസിഷനാണ്, ചന്ദ്രൻ്റെ പൊസിഷനാണ് നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പം നക്ഷത്രം ജനന സമയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്ന് നമ്മളെല്ലാവരും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ജനന സമയം വെച്ചാണല്ലോ നമ്മൾ ഫലം പറയാം.
അപ്പോൾ ഒരു ആള് ഇപ്പോൾ വിദേശത്ത് ജനിക്കുകയാണെന്ന് വെച്ചാൽ ആ വിദേശത്ത് ജനിക്കുന്നവരുടെ ഫലം എങ്ങനെയാണ് കണക്കാക്കുക? ശരിയാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സമയം എന്ന് വയ്ക്കുക, ഇപ്പോൾ ഒരു 3 മണി എന്ന് വിചാരിക്കാം, പകൽ 3 മണി. നേരെ മറിച്ച് ഇതൊരു 1.5 മണിക്കൂർ പിൻപിലാണ് UAE ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗ്രീൻവിച്ച് 0 ഡിഗ്രിയിൽ നിന്നും ഇങ്ങോട്ട് കണക്ക് കൂട്ടുകയാണ് വേണ്ടത്. ഓരോ ഡിഗ്രിക്ക് 4 മിനിറ്റ് വീതം കണക്കാക്കി നമ്മുടെ ഭാരതത്തിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഗ്രീൻവിച്ചിൽ നിന്നും ഈസ്റ്റിലേക്ക് കിഴക്കേ ഭാഗത്തേക്കാണ്. ആ 82 4 കൊണ്ട് പെരുക്കുമ്പോൾ മിനിറ്റാക്കി കണക്കാക്കി കഴിഞ്ഞാൽ 4.5 മണിക്കൂറാണ് വരിക. അപ്പോൾ നേരെ മറിച്ച് ദുബായിലേക്കാണെങ്കിലോ ഈ 3 മണിക്കൂറേ അവിടെ നിന്നും വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇപ്പോൾ 3 മണി എന്ന് നമ്മൾ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, കേതുക്കളൊക്കെ നിൽക്കുന്നത് ഒരു പൊസിഷനാണ്, മാറ്റില്ല. ദുബായിൽ 1.5 ആയിട്ടുള്ളൂ. നേരെ മറിച്ച് ന്യൂയോർക്കിലോ 10 മണിക്കൂർ വ്യത്യാസമുണ്ട്, 11.5 മണിക്കൂർ ചില കാലങ്ങളിൽ ഡേ ലൈറ്റ് സേവിങ് ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയം വെച്ചിട്ടാണ് നമ്മൾ ആ ന്യൂയോർക്കിലാണെങ്കിലും സാൻ ഫ്രാൻസിസ്കോ ആണെങ്കിലും ആ സമയം വെച്ചിട്ടാണ് ഗണിക്കുക. പ്ലാനറ്ററി പൊസിഷന് മാറ്റില്ല. എന്നാൽ ഈ ഗ്രഹസ്ഥിതി പൊതുവെ എല്ലാവർക്കും അത്ര തന്നെ അറിയില്ല. ഗ്രഹസ്ഥിതി കാണുന്നവർക്ക്, ഒരു ജാതകം കാണുന്നവർക്കറിയാം. ലഗ്നം എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്, അത് വ്യത്യാസം വരും. ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ ജനിച്ചാലും ദുബായിൽ ജനിച്ചാലും ന്യൂയോർക്കിൽ ജനിച്ചാലും ഒക്കെ ലഗ്നത്തിന് മാറ്റങ്ങൾ വരും. അത് ടോട്ടലി ആയിട്ട് മാറ്റങ്ങൾ വരും. അപ്പോൾ ഏത് രാജ്യത്തിൽ ജനിച്ചാലും അതാത് രാജ്യത്തിലെ അക്ഷാംശം, രേഖാംശം വെച്ച് ഗണിക്കുന്ന സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. നമ്മൾ കേൾക്കാറുള്ളൊരു വാക്കാണ് ഞാറ്റുവേല. അതെ അതെ അതെ, നമ്മളിപ്പോൾ തിരുവാതിര, ഞാറ്റുവേല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സർവ്വസാധാരണമാണ്. അതെ. അപ്പം എന്താണ് ശരിക്കും ഞാറ്റുവേല എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തിരുവാതിര, ഞാറ്റുവേലയിൽ തിരുമുറിയാതെ പെയ്യും മഴ പെയ്യുന്നാണ് പറയുക. തിരുമുറിയാന്ന് വെച്ച് കഴിഞ്ഞാലോ ഇങ്ങനെ വെട്ടിയാലും ഇങ്ങനെ അതിലിങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പറയുക പഴയ ശാസ്ത്രത്തിലൊക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഭൂമി നിശ്ചിത സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നു, ഭൂമിയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ തോണിയിൽ സഞ്ചരിക്കുന്ന പോലെ ഈ ഭൂമി സൂര്യനെ പ്രത്യേക ദിശാവലയത്തിൽ പ്രദക്ഷിണോ അപ്രദക്ഷിണോ വലയം വയ്ക്കുന്നുണ്ട്. അങ്ങനെ വലയം വയ്ക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നക്ഷത്രം എങ്ങനെയാണ് കാണുന്നത്? ചന്ദ്രൻ ഭൂമിയെ അപേക്ഷിച്ച് ആ നക്ഷത്ര സമൂഹത്തിൽ കൂടി സഞ്ചരിക്കുന്നതിനെയാണ് നക്ഷത്രം എന്ന് പറയുന്നത്. എങ്കിൽ ഈ 365 ദിവസത്തിനെ 27 ഭാഗിക്കും. എന്നിട്ട് ഭൂമി ആ നക്ഷത്ര സമൂഹത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആ കാലയളവിനെയാണ് ഓരോരോ ഞാറ്റുവേലകൾ എന്ന് പറയുക. അപ്പോൾ തിരുവാതിര ആ നക്ഷത്രത്തിൽ കൂടെ, മറ്റേതാദ്യം ഭൂമിയിൽ നിന്നും ചന്ദ്രൻ തിരുവാതിര കൂടെ സഞ്ചരിക്കുമ്പോൾ നക്ഷത്രം അതെല്ലാ മാസത്തിലും വരും, 27 ദിവസം കൂടുമ്പോൾ വരും. തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് ഭൂമി ഇങ്ങനെ 365 ദിവസം 27 നക്ഷത്ര സമൂഹത്തിൽ കൂടെ സഞ്ചരിക്കുന്നതിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിനെയാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുക. അതാണ് പറഞ്ഞത്, ഇതൊരിക്കലും ഈ ഭൂമിക്ക് അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല. ഭൂമി വിട്ടുപോയിച്ചാലോ, സൂര്യൻ നിന്ന് വിട്ടുപോയാൽ തണുത്തുറച്ച് ഒന്നുമില്ലാതെയോ. അടുത്താലും അത് ഭൂമി ഇല്ലാതെയോ. അപ്പം അതൊരു ഈ ചന്ദ്രൻ നിശ്ചിത വികർഷണ വലയത്തിൽ സഞ്ചരിക്കുന്ന പോലെ തന്നെ ഭൂമിയും ഒരു പ്രത്യേക വലയത്തിൽ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്ന ആ ഒരു സാധാരണഗതിയിൽ ഏകദേശം ഒരു മിഥുനമാസത്തിലെ 10-ാം തീയതി മുതലേ മകയിരത്തിൻ്റെ അതായത് മിഥുനമാസം 10-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് ഇത് ഏകദേശം വരിക, ഈ തിരുവാതിര ഞാറ്റുവേല എന്ന് വെച്ച് കഴിഞ്ഞാൽ.
ഇപ്പം സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉം. ആധുനിക സമൂഹത്തിൽ ഉം. ജ്യോതിഷത്തിനുള്ള പ്രാധാന്യം എന്താണ്? ആധുനിക ആധുനിക ജീവിതത്തിൽ ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യം, ഇത് ഈ ശാസ്ത്രം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഒരു കാലത്ത് ഈ രാഹുകേതുക്കൾ എന്ന് പറയുന്നതടക്കം ഛായാഗ്രഹങ്ങളാണെന്നുള്ളത് പഴയ ആചാര്യന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്രഹങ്ങളല്ല. സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവിടെ ഈ ആഴ്ചകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഒരു കാലത്ത്, ഞാൻ പഠിക്കുന്ന കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 45-50 കൊല്ലം മുമ്പേ എന്ന് വയ്ക്കുക, ആ സമയത്ത് ഇതൊക്കെ പഠിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ചില ആധുനിക ശാസ്ത്രജ്ഞന്മാർ ചോദിച്ചിട്ടുണ്ട്, എന്താണ് തിരുമേനി ഈ നെപ്റ്റ്യൂണും പ്ലൂട്ടോ ഒക്കെ വെച്ചിട്ട് ഫലം പറഞ്ഞൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് കേൾക്കണു ഈ നെപ്റ്റ്യൂണും പ്ലൂട്ടോ ഒന്നും ഇല്ല എന്ന് കേൾക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഉള്ള ഗ്രഹങ്ങളെ വെച്ചിട്ട് തന്നെ അടിസ്ഥാന തത്വം പഠിച്ചിട്ട് നമുക്ക് ഫലം പറയാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആധുനിക ലോകത്തിൽ എങ്ങനെയാണ് തീരുമാനം എടുക്കാൻ കഴിയാത്ത ആൾക്കാർ പലരും വരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, നമ്മൾ പറയുന്നു വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് കുട്ടികൾക്ക് നമ്മൾ പ്രതിവിധികൾ പറയുന്നു. കുട്ടികൾ ജനിച്ച അന്ന് മുതൽ വിവാഹം കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പ്രതിവിധികൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സന്താന സൗഭാഗ്യത്തിന് ഇതൊന്നും നമ്മുടെ കഴിവല്ല, ശാസ്ത്രത്തിൻ്റെ മഹത്വമാണ്. നമ്മൾ വഴി പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ആധുനിക ജീവിതത്തിൽ ജ്യോതിഷത്തിൻ്റെ പ്രധാനം. വിശ്വസിക്കുന്നവരൊക്കെ ഇത് ഫലപ്രദമായി തീരും, വിശ്വസിക്കാത്തവർക്ക് നിവൃത്തിയില്ല. അന്ധമായി വിശ്വസിക്കുന്നവർക്കും അബദ്ധങ്ങളും വന്നു ചേരും. വിശ്വസിച്ചാൽ അതിന് നേട്ടമുണ്ട്, ഫലമുണ്ട് എന്നുള്ളതാണ് 45 കൊല്ലത്തെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. 45 പോരാട്ടോ, 45-ലും കൂടുതലായി ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട്. അവസാനമായിട്ട് നമ്മളെല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പേ സർവം മായ എന്ന് പറഞ്ഞൊരു ചലച്ചിത്രത്തിൽ നമ്മൾ സാറിനെ കണ്ടു. അതെ അതെ അതെ. അപ്പോൾ അതിൻ്റെ പല അഭിമുഖത്തിൽ അഭിനേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചലച്ചിത്രത്തിൻ്റെ പിന്നണിയിൽ താങ്കൾ അവരെ അധികം സഹായിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ നമ്മൾ കഥ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വളരെയധികം ജ്യോതിഷം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതെ അതെ അതെ, എനിക്ക് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് സത്യൻ അന്തിക്കാട്. അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ അഖിൽ സത്യൻ. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ മുമ്പേ ഈ പാച്ചും അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമയാണ് ആദ്യം. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്, ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുമുണ്ട്. സത്യനന്ദിക്കാട് നമ്മുടെ അവിടെയും വന്നിട്ടും അല്ലെങ്കിൽ. അപ്പോൾ പാച്ചും അത്ഭുത വിളക്കും എന്തുകൊണ്ടാണെന്നറിയില്ല, അഖിൽ അവിടെ വന്ന് കഥയൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ എല്ലാ ഒരു 3-4 മണിക്കൂർ നേരം അപ്പം നമ്മളും ചില ആശയങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞു ഇതിൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് ഒരു 3 കൊല്ലമായി ഉണ്ടാവും അഖിൽ വന്നിട്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമ്പൂതിരിമാരെ അവതരിപ്പിക്കുമ്പോൾ വൾഗറായിട്ട് അവതരിപ്പിക്കരുത്. കാരണം പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, കാലമൊക്കെ മാറി. പിന്നെ അതേപോലെ അങ്ങനെയൊക്കെ പറഞ്ഞു. അതേപോലെ ചെറിയൊരു മനസ്സിൽ താല്പര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ സിനിമകൾ പൊതുവെ കത്തിക്കുത്തും പിന്നെ എല്ലാ വിധത്തിലുള്ള ഇതൊന്നും ഇല്ലാത്തൊരു സിനിമ കാണാൻ പറ്റുമോ? സത്യനന്ദിക്കാടിൻ്റെ ഒക്കെ അങ്ങനെയാണല്ലോ, ഇരുന്നാൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുപോവാം. അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അന്നൊരു ചർച്ച ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് മെയ് മാസമൊക്കെ ആയപ്പോൾ വിളിച്ചു. അപ്പോൾ നമ്മുടെ അവിടെയും ബുക്കിങ്ങൊക്കെ ഉള്ള കാരണം പോകാൻ പറ്റിയില്ല. 10-ാം തീയതി 11-ാം തീയതി ഞാനും വൈഫും കൂടി പോയി. കുട്ടികളോട് തന്നെ പറഞ്ഞില്ല. അവിടെ ചെന്നിരുന്നപ്പോഴാണ് അദ്ദേഹം, ഒരു തിരുമേനി ഞാൻ ഷൂട്ടിങ് പഠിപ്പിച്ചു തരാം. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, അപ്പോൾ ഞാൻ ഈ പൂജയും ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഈ സിനിമ മുതൽ നിങ്ങൾ യങ്സ്റ്റേഴ്സിനടക്കം എല്ലാവർക്കും തൃപ്തിയായില്ലേ സിനിമ? ഇന്നത്തെ
ഈ ഇതൊന്നുമില്ലല്ലോ. ഇന്നത്തെ കാണുന്ന ഈ ഒരു സിനിമ ഈ അറ്റം മുതൽ അറ്റം വരെ ഇൻ്റർവെൽ ആവണത് അറിയില്ല. അത് നമ്മുടെ കഴിവൊന്നുമില്ല കേട്ടോ. അത് അഖിൽ സത്യൻ്റെ കഴിവ് തന്നെയാണ്. ശരിക്കും അതിൻ്റെ 100% ക്രെഡിറ്റ് അഖിൽ സത്യൻ തന്നെയാണ്. പിന്നെ അവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും ഒരു പൂജയുടെ ഒരു സീനുണ്ട്. ഒന്നിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ വേഷ്ടിമുണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, അതൊന്നും സാരില്ല എന്ന്. തിരുമേനി ഇരിക്കുമോ ചേച്ചി ഇരിക്കുമോ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു. അത്ര തന്നെ ഉള്ളൂ. അതിൽ കവിഞ്ഞൊന്നുമില്ല. എന്തായാലും നമ്മുടെ കൂടെ ഇത്രയും സമയം ചിലവഴിക്കാൻ ആയിക്കോട്ടെ. അത് താങ്കൾ ഇവിടെ വന്നതിൽ അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണെന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. നന്ദിയുണ്ട്. വളരെയധികം അറിവ് ലഭിക്കുന്നത് ഒരു രസകരമായൊരു സംഭാഷണമായിരുന്നു ഇത്. ഇനിയും അമൃതയിലേക്ക് അങ്ങനെയാവെന്ന് വിചാരിക്കുക. സാറിന് വരാൻ പറ്റട്ടെ, നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റട്ടെ. ആയിക്കോട്ടെ. ജഗദീശ്വരൻ്റെ അനുഗ്രഹം, ശാസ്ത്രത്തിൻ്റെ മഹത്വം, ഗുരുകാരണന്മാരുടെ അനുഗ്രഹം, ഇത് മാത്രമാണ്. നമ്മുടെ കഴിവ് വളരെ കുറച്ചേ ഉള്ളൂ. തീർച്ചയായും. എല്ലാവർക്കും നമസ്കാരം.